ഹായ് കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നവംബർ 14 ശിശുദിനായിരുന്നല്ലേ. കഴിഞ്ഞ നവംബർ 14 ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത വന്നത്. കുറച്ചായില്ലേ ഞാൻ ബാലസാഹിത്യ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ബാലസാഹിത്യ പുസ്തകമാണ്. സുഭാഷ് ഒട്ടുംപുറം എഴുതിയ നീല നിറത്തിലുള്ള മനത്ത് കണ്ണി എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം എനിക്ക് തന്നത് ഞങ്ങളുടെ ലൈബ്രറിയിലെ മികച്ച വായനക്കാരിയായ ചന്ദ്രികാബായി ടീച്ചറാണ്. അപ്പു എന്ന കുട്ടി ഒരു കൊട്ടത്തോണിയിലേറി പുഴയിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ് ഈ പുസ്തകം. പുഴ ഒരുക്കി വെച്ച അത്ഭുതങ്ങളിലേക്ക് അവൻ തുഴയുന്നു. അവൻ കാണാത്ത കേൾക്കാത്ത പല കാര്യങ്ങളും അവൻ അനുഭവിച്ചറിയുന്നു. ശരിക്കും ഇതൊരു സ്വപ്നമാണ്, അപ്പു കാണുന്ന ഒരു നീണ്ട സ്വപ്നം. എന്നാൽ ആ സ്വപ്നത്തിലൂടെയുള്ള യാത്രയിൽ പല അത്ഭുതകരമായ നിമിഷങ്ങളിലൂടെയും എഴുത്തുകാരൻ നമ്മെ കൊണ്ടുപോകുന്നു. വായിച്ചു തുടങ്ങിയാൽ പിന്നെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു കാന്തിക ശക്തി ഈ പുസ്തകത്തിനുണ്ട്. കൊട്ടത്തോണിയും തീവണ്ടിയും പുഴയും പക്ഷികളും ഈയാമ്പാറ്റകളും, അങ്ങനെ സ്വപ്നം പോലെ തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്ന് എഴുത്തുകാരൻ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. കാരണം അത്ര മനോഹരമാണ് സലീം റഹ്മാൻ ഈ പുസ്തകത്തിന് വേണ്ടി വരച്ച ചിത്രങ്ങൾ. സുഭാഷ് ഒട്ടുംപുറത്തിന്റെ കടപ്പുറത്തേക്ക് അവധി എന്ന നോവൽ ബാലഭൂമിയിൽ ഏറെ ആകാംക്ഷയോടെ വായിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എന്തായാലും വായിച്ചു നോക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരെ, എല്ലാവരും ഈ പുസ്തകം വായിച്ചു നോക്കണേ. പേപ്പർ പബ്ലിക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടാറ്റാ, ബൈ ബൈ.